പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ സന്തോഷമായിരിക്കുന്നു. ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് ജനം വാഗ്ദത്ത ദേശമായ കനാൻദേശത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അവർ അവിടെ ചെങ്കടൽ കടന്നു. അത് കഴിഞ്ഞിട്ട് 3 ദിവസത്തെ വഴി നടന്നു. മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടിയില്ല. വളരെ ദാഹം ഉണ്ടായിരുന്നു. അവൻ വെള്ളം കിട്ടാത്തതുകൊണ്ട് ഉടനെ ഇവർ മോശയോട് പിറുപിറുത്തു. ഉടനെ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം അതെടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളത്തിൻ്റെ കയ്പ് അങ്ങ് മാറി, വെള്ളം മധുരമായി തീർന്നു. ഇവിടെ ഒരു പ്രശ്നം, ഈ ജനം തൊട്ട് മുമ്പ് മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ആ ചെങ്കടൽ കടന്നപ്പോൾ ഒരു അത്ഭുതം കണ്ടതാണ്. ഈ അത്ഭുതം കണ്ട ജനം എന്തായി പെറുപിറുക്കുന്നത്? സത്യത്തിൽ ദൈവം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അവിടെ അത്ഭുതം ചെയ്ത ദൈവത്തിന് ഇവിടെ അത്ഭുതം ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതങ്ങ് വിശ്വസിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. വിശ്വസിച്ചാൽ മാത്രം മതി. ചെങ്കടലിൽ 2 ആക്കാൻ കഴിഞ്ഞ ദൈവത്തിന് വെള്ളത്തിൻ്റെ അനുഭവം തരാൻ, അല്ല കുടിക്കാൻ വെള്ളം തരാൻ ദൈവം മതിയായവനാണ്. ഇത് വിശ്വസിക്കുകയില്ല, പിറുപിറുക്കുക. പ്രിയപ്പെട്ടവരെ, ആ പഴയകാല ഭക്തന്മാരെല്ലാം പിറുപിറുത്ത് ജീവിതം ഒടുക്കിക്കളഞ്ഞു. അവർക്ക് വെള്ളം കിട്ടാതിരുന്നു, അവർ വെള്ളം കുടിക്കാതിരുന്നു. വെള്ളം കുടിച്ചല്ലോ, നല്ല മധുരമുള്ള വെള്ളം കുടിച്ചവർ. ദൈവത്തിന് നമ്മുടെ നിസ്സംഗതയിൽ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. പക്ഷേ ദൈവത്തിന് നമ്മുടെ സംശയത്തിനകത്തും അവിശ്വാസത്തിനകത്തും പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പണ്ട് വിടുവിച്ച ഏതെങ്കിലും ഒരു വിടുതൽ കാണുമല്ലോ ജീവിതത്തിനകത്ത്, ആ വിടുതലിനെ കുറിച്ച് അങ്ങ് പറയുക, ധൈര്യമായിട്ട് പറയുക. അന്ന് വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും എന്ന വാക്കിന് വലിയ വിലയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പിറുപിറുക്കരുത് കേട്ടോ. നിങ്ങൾക്ക് കുടിക്കാൻ കയ്പാണെങ്കിൽ അതിനെ മധുരമാക്കി തരുവാൻ ദൈവത്തിന് പറ്റും. നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ ദൈവത്തിനത് പരിഹരിക്കാൻ പറ്റും. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ലെന്നേ. അതുകൊണ്ട് പിറുപിറുക്കാതെ മുന്നോട്ട് യാത്ര ചെയ്യണം കേട്ടോ. ദൈവം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.